എറണാകുളം ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിൽ റീൽസ് കണ്ട സ്വകാര്യ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. ഇന്നലെയാണ് സംഭവം. ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളിലേക്കാണ്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാമ. മൊബൈൽ നോക്കുന്നു, നേരെ നോക്കുന്നു, വീണ്ടും മൊബൈലിൽ നോക്കുന്നു. ഈ ഡ്രൈവറൊക്കെ ഓടിക്കുന്ന വാഹനത്തിൽ എങ്ങനെ യാത്രക്കാർ സുരക്ഷിതരായി കയറുമെന്ന ചോദ്യമുണ്ടല്ലോ. നേരത്തെ ഇത്തരം വിവരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളെ, അതിൻ്റെ പ്രതിനിധികളോടൊക്കെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളവരെ വാഹനം ഓടിക്കാൻ നിയോഗിക്കില്ല, അവരെ പോലീസ് ക്ലിയറൻസിന് ശേഷമേ വാഹനത്തിൽ കയറ്റൂ, ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അനുവദിക്കില്ല എന്നൊക്കെ വീരവാദം മുഴക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സമർപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. വിജയകുമാർ, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചി നഗരത്തിൽ പ്രൈവറ്റ് ബസ്സുകളിൽ ഒരു വിഭാഗം ഡ്രൈവർമാരെങ്കിലും വളരെ അശ്രദ്ധകരമായി വാഹനം ഓടിക്കുന്നു എന്നുള്ള പരാതി യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. നേരത്തെ വിജയകുമാർ ചോദിച്ച ചോദ്യം ഉടമകളോട് ചോദിക്കുകയാണെങ്കിൽ എന്നുള്ളത്, ഇപ്പോൾ ഉടമകൾ തന്നെ ബസ്സുകൾ വാടകയ്ക്ക് ബസ്സിലെ ജീവനക്കാർക്ക് നൽകി അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കുന്ന ഒരു രീതി, പുതിയ രീതി കൊച്ചിയിലുണ്ട്. അത് നിയമവിരുദ്ധമാണ്. പക്ഷേ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒന്നും അത് കണ്ടതായി പോലും നടിക്കാറില്ല. വലിയ അപകടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉടമകൾ എന്ന് പറയുന്നവർ ബസ്സിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലുള്ളത്. ഇത് ഇപ്പോൾ കാണുന്നത് ഈ ആലുവ ഫോർട്ട് കൊച്ചി റൂട്ടിലെ ഒരു ബസ്സിലെ ദൃശ്യങ്ങളാണ്. അതൊരു യാത്രക്കാരൻ സ്വന്തം ജീവനിൽ ഭയന്ന് ചിത്രീകരിച്ചതാണ്. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തെത്തുന്നത്. വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ ഫോണിൽ നോക്കുന്നു, റോഡിലേക്ക് നോക്കുന്നു, വീണ്ടും ഫോണിലേക്ക് നോക്കുന്നു, റോഡിലേക്ക് നോക്കുന്നു. അങ്ങനെ ഫോണിലാണോ റോഡിലാണോ ഡ്രൈവറുടെ കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബസ് ഓടിക്കുന്നത്. ബസ്സിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഒക്കെ നിറയെ യാത്രക്കാർ ഉള്ളപ്പോഴാണ് ഈ അഭ്യാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൊടുക്കുകയാണ്. ഏതായാലും എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ, ഈ ബസ് ഏത് ബസ്സാണ്, അതിന്റെ ഈ ഡ്രൈവർ അയാളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഒക്കെ വേഗത്തിൽ നടപടിയെടുക്കാൻ പറ്റും ഈ ദൃശ്യങ്ങൾ ലഭിച്ചാൽ ഉടൻ, അല്ലേ? തീർച്ചയായും. ജാസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ഏതായാലും ഈ ബസ് തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇതിലൊക്കെ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നടപടിയെടുക്കുന്നവർ പോലും കൊച്ചിയിൽ വീണ്ടും ബസ് ഓടിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേരിലൊരു നടപടി ഒതുങ്ങുമോ എന്നുള്ളത് മാത്രം അറിയേണ്ടതുള്ളൂ. ശ്യാം പറഞ്ഞത് വളരെ ശരിയാണ്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുത്ത് ഇപ്പോൾ ശരിയാക്കി കളയുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരം ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ദൃശ്യങ്ങൾ സമർപ്പിക്കുകയാണ്. അവർക്ക് നടപടിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പരിശോധിക്കാം.